നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മന്ത്രിമാരായ വി അബ്ദുറഹ്മാൻ, പി എ മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ നടന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിൽ ആകെ ലഭിച്ചത് 787 പരാതികൾ. അദാലത്തിന് മുമ്പായി ഓൺലൈനായും താലൂക്ക് ഓഫീസ്, അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും 510 പരാതികളും അദാലത്ത് ദിവസം 277 പരാതികളും ലഭിച്ചു. മുൻകൂർ ലഭിച്ചവയിൽ 166 പരാതികൾ മന്ത്രിമാർ നേരിൽ കേട്ട് തീർപ്പാക്കി. ഇവയിൽ 27 ഭിന്നശേഷിക്കാരുടെ പരാതികളാണ്. അദാലത്ത് ദിവസം ലഭിച്ചതുൾപ്പെടെ അവശേഷിക്കുന്ന പരാതികൾ 2 ആഴ്ചക്കകം തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അദാലത്ത് വേദിയിൽ വെച്ച് 12 പേർക്ക് AIY BPL റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. ജനങ്ങളുടെ പരാതികൾ അപ്പോൾ പരിഹരിക്കുന്നതിലും സർക്കാർ ഓഫീസുകളിൽ പരാതികൾ കുന്നുകൂടുന്ന സാഹചര്യം ഇല്ലാതാക്കുന്നതിനും ഉദ്യോഗസ്ഥ തലത്തിൽ തികഞ്ഞ ജാഗ്രത അനിവാര്യമാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശരിയായ അവബോധമുള്ള കാലമാണിത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും പലതവണ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യം ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ജനങ്ങളെ യജമാനന്മാരായി കാണുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇത് മനസ്സിലാക്കി വേണം ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടതെന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ അധികാരമേറ്റതിന് ശേഷം നമ്മുടെ സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർത്തുവെക്കുന്ന വലിയ യത്നമാണ് നടത്തിയത്. ഘട്ടഘട്ടമായി നമ്മൾ നടത്തിയിട്ടുള്ള ആ പരിശ്രമത്തിൻ്റെ ഫലമായി ഇന്ന് താഴെത്തട്ടിൽ പരാതികളുടെ എണ്ണം കുറക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈ കാര്യത്തിലൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ ഈ സർക്കാരുമായി സഹകരിച്ചു. അപ്പം ഇതിലൂടെ ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം, ജനങ്ങളോട് ചേർന്നുകൊണ്ട് ജനങ്ങളാണ് സർക്കാരും യജമാനന്മാരും എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് ആദ്യം മുതലേ അത് തന്നെയാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ സഹകരിച്ച കാര്യം ഞാൻ ആദ്യം തന്നെ സ്വീകരിച്ചു. അപ്പോൾ സർക്കാർ ഓഫീസുകൾ നല്ല രീതിയിൽ പരാതികൾ കുറവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പരാതികൾ കൂടാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുള്ളത്. കഴിയുന്നത്ര അപേക്ഷകൾ ലഭിക്കുന്ന പുറത്ത് തന്നെ ആ അപേക്ഷകൾ പ്രകാരമുള്ള ഫയലുകൾ തീർപ്പുകൽപ്പിക്കാൻ നമുക്ക് കഴിയണം. ചെറിയ 1.5 വർഷം മുമ്പ് എല്ലാ താലൂക്കുകളിലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ അദാലത്തുകൾ മാതൃകാപരമായിരുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. തുടർന്ന് ഏതൊരു ജനാധിപത്യ സർക്കാരിനും എക്കാലത്തേക്കും മാതൃകയാക്കാവുന്ന നവകേരള സദസ്സുകൾ വഴി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും പരാതികൾ കേൾക്കുകയും ചെയ്തു. നിർണയിക്കപ്പെട്ട പ്രത്യേക വിഷയങ്ങളിലെ അവശേഷിക്കുന്ന പരാതികൾ പരിശോധിക്കാനാണ് ഇപ്പോൾ വീണ്ടും അദാലത്ത് നടത്തുന്നതെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ താലൂക്ക് അദാലത്തുകളിലൂടെ 2023 സാധിച്ചു. താലൂക്ക് അദാലത്ത് അവസാനിപ്പിച്ചപ്പോൾ പരാതി, അതുമായി ബന്ധപ്പെട്ട പ്രശ്നം, പരിഹാരം എന്നിവ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ തുടർ നടപടിക്ക് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതിനുശേഷം ലോകം ഇന്നുവരെ കാണാത്ത നിലയിൽ ഒരു മന്ത്രിസഭ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്ന നവകേരള സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടു. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ മാസങ്ങളെടുത്ത് ഒരു ബസ്സിൽ യാത്ര ചെയ്ത് ജനങ്ങളുടെ പരാതികൾ കേട്ട് സർക്കാരിന് പറയാനുള്ളത് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന തീർത്തും ജനാധിപത്യ സംവിധാനത്തിന് എക്കാലവും മാതൃകയാക്കാവുന്ന ഒരു പരിപാടിയായിരുന്നു നവകേരള സദസ്സ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും നേരത്തെ മന്ത്രി ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ
താലൂക്ക് അദാലത്തുകളിൽ മന്ത്രിമാർ പങ്കെടുത്ത് വിജയകരമായി നടന്നു വരികയാണ്. മലപ്പുറം ജില്ലയിൽ ഇത് 3ാമത്തെ താലൂക്ക് അദാലത്താണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം 5 ജില്ലകളിൽ താലൂക്ക് അദാലത്തുകൾ പൂർത്തീകരിക്കപ്പെട്ടു. ഓരോ താലൂക്ക് അദാലത്തും നടക്കേണ്ടത് എപ്പോഴെന്ന് നിശ്ചയിച്ച് അതിനനുസരിച്ചാണ് ക്രമീകരണം വരുത്തിയിട്ടുള്ളത്. മന്ത്രിമാർ 2 പേർ എല്ലാ താലൂക്ക് അദാലത്തുകളിലും പങ്കെടുക്കുന്നു. കുറുക്കോളി മൊയ്തീൻ MLA, ജില്ലാ കളക്ടർ VR വിനോദ്, സബ് കളക്ടർ ദിലീപ് K കൈനിക്കര, ADM NM മെഹ്റലി, ജില്ലാതല ഉദ്യോഗസ്ഥർ, ഫീൽഡ് ലെവൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, തിരൂർ.